അത് ഇൻഫോസിക്സ് കേട്ടോ, കമ്പ്യൂട്ടർ സ്ഥാപനം ഉണ്ടാവൂലേ വലുത്, അത് ഞമ്മ കുറച്ചുകൂടി എടുക്കെത്തിയിട്ട് കാണും. ഞാൻ വിളിച്ചിട്ടുണ്ട് പെമ്മിയെന്നാ. ഓനെ അവിടെ ഇരിക്കുന്ന ഇരിക്ക, ഞങ്ങൾ തന്നെ ഇതിലിങ്ങനെ പോവുക. ആയിക്കോട്ടെ, ഓനുണ്ട്. ഫോട്ടോ ഐഫോൺ ഉണ്ട്, ഞങ്ങള് ഫോട്ടോ എടുത്ത് അയച്ചാറുണ്ടല്ലോ ഞങ്ങളെ. ഓരോന്ന് കാട്ടിക്കൂട്ടണം അതന്നെ ആണെന്ന് പറഞ്ഞ കാര്യമില്ല. അത് 32 ഡ്രസ് നായം തന്നെ അറിയാം, കാണാപ്പാട് അറിയാം. പുറമെല്ലാം മനസ്സിലാവും, നമ്മള് സഹിച്ചു നിൽക്കണ മാതിരി നമ്മള് മാനക്കടേറ്റും. ഞാൻ ആദ്യം തൊട്ടേ അതന്നെയാ പറയണത്, മടിയാണ് പറയാനൊക്കെ. അതേമാതിരി ഫോൺ സഹിച്ചു നിക്കൂല, എന്നാ തന്നെ നിക്കണുണ്ടാകും. പരിധി വിട്ട് കഴിഞ്ഞാൽ ഇറങ്ങിയ ഓടിയ ഓട്ടൊക്കെ 37 അല്ലാതെ ഓന് ഓന്നല്ല വന്നിട്ട് ഇറങ്ങി വണ്ടിയാവുന്ന ആവൂല. അതൊക്കെ ഇറങ്ങി അഭിനയല്ലേ നല്ലോണം. പിന്നെ സ്റ്റേഷനിൽ തന്നെ അതൊന്നും കാട്ടില്ല. ഇപ്പൊ പുറത്തേക്ക് ആടിയത് ആണെങ്കിൽ പോലീസുമാരെ പേടിപ്പിച്ചിട്ടും അങ്ങനല്ല. സ്റ്റേഷനിൽ പറഞ്ഞാണ്ട് കൊഴപ്പൊന്നുമില്ല, എനിക്ക് മറ്റേ ഓളെ ചേർത്ത് അങ്ങനെ പറഞ്ഞാണ്ട് ഐഡിയ പരമായിട്ട് അവിടുന്ന് കഴിച്ചില്ലായി. പോകും കൂടി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഇനിയിപ്പൊ അയിമ തൂങ്ങി നടക്കൂലേ മിക്കവാറും. ഇഷ്ടാണ് അങ്ങനത്തെ വല്ല അസുഖമാണെങ്കിൽ ഉണ്ടല്ലോ, എവിടെയും സീറ്റ് വേണേ. അതാണ് ഇപ്പൊ ഓള് നോക്കുന്നത്. ആ മോളിന് പഠിച്ചാലേ മുഴുവനും മാനസിക രോഗിന്റെ അതാണ് എന്നെ മതി എല്ലാത്തിനും സീറ്റ്. അത് അതിനല്ലേ ലൈസൻസ്, അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കിട്ടണം എന്നറിയാം. ഏതായാലും ചോക്കാട്ടൊക്കെ എത്തിയില്ലേ, ഇടുക്കി കറക്കൊക്കെ കഴിഞ്ഞ്. ഇന്നലെ 3:30 വിളിച്ചപ്പോലെ ഇരിക്കുക, എന്തോ ഒരു നല്ലതിന്. എപ്പോഴാ നേരം വെളുക്കാനായിക്കോല എത്തിയപ്പോ. ഏതായാലും 10-12 മണിക്കൊക്കെ പോലെ അവിടെയാണ് വെച്ചെങ്കില്. മോന് ഞാൻ കുഞ്ഞമ്മാനൊന്നും പറയണൊന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ ഉമ്മാരല്ലേ ഇതപ്പോ പരിധി വിട്ടിങ്ങനെ എന്താ പറയാന്, എന്താ കാട്ടണം. ആരെങ്കിലും കടന്ന കുടുങ്ങിയത് തന്നെ സെറ്റാത്ത, അല്ല അപ്പൊ എന്താ പറയല്. പിന്നെ മോളൂന് ഇപ്പൊ ഇടുക്കിക്ക് പോണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാന്ന് പറഞ്ഞ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നില്ല. ചോക്കാട് നിർത്താൻ ഓൽക്ക് വിശ്വാസം ഇല്ലാന്നല്ലേ പറഞ്ഞത്. ചോക്കാടല്ല, ഓല വരിച്ച് നിർത്തിക്കോട്ടെ ഓന്റെ ഒപ്പം.